ഹായ് ഫ്രണ്ട്സ്, R4iയിലേക്ക് സ്വാഗതം. മാർക്കറ്റിൽ അതിൻ്റെ വോളറ്റിലിറ്റി കൂടുതൽ നിയന്ത്രണ വിധേയമാകുന്നതും ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് മാർക്കറ്റ് നീങ്ങുന്നതുമായിട്ടൊക്കെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്ന് നിഫ്റ്റി 24,613 ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടത്തിയത്. പിന്നീട് അത് 24,767 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അല്ല, അതിനിടയിൽ 24,535 വരെയും പോയിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു റേഞ്ചിലാണ് നിഫ്റ്റി ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ വളറ്റിലിറ്റി കുറഞ്ഞത് അത് നമുക്ക് ഇന്ത്യ വിക്സിലും പ്രകടമാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയും 5% ഒരു കുറവ് ഇന്ന് ഇന്ത്യ വിക്സിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 17 എന്ന ലെവലിലേക്ക് അത് എത്തിയിട്ടുണ്ട്. 18 നിന്നാണ് 17 വന്നിട്ടുള്ളത്. നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിനേക്കാൾ കൂടുതൽ ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലുമാണ്. ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയത് മൈക്രോ ക്യാപ്പ് 250 ഇൻഡെക്സ് ആണ് നമുക്ക് കാണാൻ കഴിയും. 1% കൂടുതലുള്ള ഒരു മുന്നേറ്റം ഇതിലും അതേപോലെ സ്മോൾ ക്യാപ്പിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൊമെൻ്റം ഉണ്ടാക്കിയതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ അഥവാ MOSPIയുടെ കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് NSO എല്ലാ മാസവും പുറത്തിറക്കുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അഥവാ CPI ഡാറ്റ അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇൻഫ്ലേഷൻ കൂടുതൽ വരുതിയിലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞുപോയ ഏപ്രിൽ മാസം ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ സൂചിപ്പിക്കുന്നത് 3.16% ആണ്. അത് കഴിഞ്ഞ മാർച്ചിൽ 3.34 ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നും ഇത് കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ റോയിറ്റേഴ്സ് പോലെയുള്ള ഏജൻസികൾ നടത്തിയ പോളിൽ 43ഓളം എക്കണോമിസ്റ്റുകളൊക്കെ പങ്കെടുത്ത ആ ഒരു പോളിൽ 3.27% ഒരു എക്സ്പെക്റ്റേഷനാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷെ അതിലും താഴെയായിട്ടാണ് നമുക്ക് ഇൻഫ്ലേഷൻ ഡാറ്റ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു 3.16 എന്ന് പറയുന്ന ഈ ഒരു ഇൻഫ്ലേഷൻ ഡാറ്റ കഴിഞ്ഞ 6 വർഷത്തെ ഒരു ലോ ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ ഇൻഫ്ലേഷൻ കുറയാനുള്ള ഒരു പ്രധാന കാരണം ഫുഡ് ഇൻഫ്ലേഷനിൽ വന്നിട്ടുള്ള കുറവാണ്. കാരണം ഈ ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ ആ ഒരു ബാസ്ക്കറ്റിൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള കാറ്റഗറി ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ അവിടെ ആ ഒരു ഫുഡ് ഇൻഫ്ലേഷൻ 1.78% എത്തിയിരിക്കുകയാണ് ഏപ്രിൽ മാസം. അതിന് മുമ്പത്തെ മാസം 2.69% ആയിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ഡ്രോപ്പ് ഇൻഫ്ലേഷനിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വന്നുള്ള വിലക്കുറവാണ്. പ്രത്യേകിച്ച് വെജിറ്റബിൾസ്, സെറീൽസ്, പൾസസ് പോലെയുള്ള ധാന്യങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഈ ഒരു വിലക്കുറവാണ് ഇത്തരത്തിലുള്ള ഒരു ആകർഷകമായിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ ഡാറ്റ കാണാൻ നമുക്ക് സാധിക്കുന്നത്. കൂടാതെ റൂറൽ ഇൻഫ്ലേഷൻ 2.92% ആയിട്ടാണ് കാണുന്നത്. അതിന് മുമ്പത്തെ മാസം അത് 3.25% ആയിരുന്നു. അതുപോലെ അർബൻ ഇൻഫ്ലേഷനും നേരിയ കുറവ് വന്നിട്ടുണ്ട്. 3.43 നിന്ന് 3.36 ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ ഫ്യൂച്ചർ പ്രൊജക്ഷനും വളരെ ആകർഷകമാണ്. കാരണം ഇപ്പോൾ മൺസൂൺ റെയിൻസ് വളരെ നേരത്തെ എത്തുമെന്നും അതുകൂടാതെ നല്ല തോതിലുള്ള മൺസൂൺ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ ഔട്ട്പുട്ട് നമ്മുടെ രാജ്യത്തുണ്ടാവും. സ്വാഭാവികമായിട്ടും അത് റൂറൽ ഗ്രോത്തിന് വലിയ തോതിൽ സഹായിക്കുകയും ചെയ്യും. അതുകൂടാതെ ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡ്രോപ്പ് അതും നമ്മുടെ മൊത്തത്തിലുള്ള പ്രൊഡക്ഷനെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ വലിയ തോതിൽ സ്വാധീനിക്കുന്നത്. അതും നമ്മുടെ ഇൻഫ്ലേഷൻ ഡാറ്റ താഴോട്ട് കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും സെൻട്രൽ ബാങ്കിൻ്റെ CPI ഇൻഫ്ലേഷൻ വരാൻ പോകുന്ന ക്വാർട്ടറുകളിൽ ഓൾറെഡി പ്രവചിച്ചിരിക്കുന്നത് Q1 3.6%, Q2 3.9%, Q3 3.8%, അതുപോലെ Q4 4.4%. ഈ ഒരു ലെവലിലാണ് RBI പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. RBIയുടെ പ്രഡിക്ഷനും താഴെയായിട്ടാണ് നമുക്ക് ഇൻഫ്ലേഷൻ ഡാറ്റകൾ വരുന്നത് എന്നുള്ളത് RBIയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയും ഒരു റേറ്റ് കട്ടിനെ കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കാനുള്ള ഒരു സമയമായി. അപ്പോൾ ജൂണിൽ വരാൻ പോകുന്ന മീറ്റിങ്ങിൽ തീർച്ചയായിട്ടും ഒരു 25 ബേസിസ് പോയിൻറ്റിൻ്റെ ഒരു റേറ്റ് കട്ട് പ്രതീക്ഷിക്കാൻ കഴിയുമെന്നാണ് പൊതുവെ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ മാർക്കറ്റിൽ ആശങ്ക പരത്തുന്ന ഒരു കാര്യം കഴിഞ്ഞ 16 കൺസിക്യൂട്ടീവ് ട്രേഡിംഗ് സെഷനിൽ നിരന്തരമായി ബൈ ചെയ്തുകൊണ്ടിരുന്ന ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് മെയ് 9 ആ ഫ്രൈഡേ അവർ വലിയ തോതിൽ സെല്ലിംഗ് ആരംഭിച്ചിരുന്നു. എന്നാൽ നിഫ്റ്റിയിൽ ആ 900 പോയിന്റ് റാലി ഉണ്ടായപ്പോൾ അവർ ഒരു ബൈങ് നടത്തിയെങ്കിലും ഇന്നലെ അവർ വീണ്ടും നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. FIIസിൻ്റെ ഇന്നലത്തെ സെല്ലിങ് 476 കോടിയുടെ ഒരു സെല്ലിംഗ് ആണെങ്കിലും അത് ഒരു നല്ല സൈനായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ മാർക്കറ്റ് അനലിസ്റ്റുകളുടെ ഒരു
വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് ഈ ഫോറിൻ ഇൻഫ്ലോ അതിൽ ഒരു റിവേഴ്സൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതിനൊരു കാരണമായിട്ടുള്ളത് ചൈന US-ന്റെ ട്രേഡ് ഡീലാണ്. അപ്പോൾ അവരൊരു സെറ്റിൽമെൻറ്റ് ഓൾറെഡി എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് കൂടുതൽ ആകർഷമാകുന്നുണ്ട്, ചൈനീസ് മാർക്കറ്റിലും വോളിയം വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലേക്കുള്ള ഫണ്ട് ഫ്ലോ ചെറിയ തോതിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത പൊതുവെ അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. എന്നാലും ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം, ഈ 90 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താരിഫിൻ്റെ ഇഷ്യൂസ് വീണ്ടും ലൈംലൈറ്റിൽ വരും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഉള്ളത് താൽക്കാലികമായിട്ട് താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെടിനിർത്തലാണ്. അപ്പോൾ അത് എത്ര കാലം നിലനിൽക്കും എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. കാരണം 90 ദിവസത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന വീണ്ടും താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രംപിൻ്റെ പ്രസ്താവനവും മറ്റുമൊക്കെ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന വോളറ്റിലിറ്റി നമ്മൾ കണ്ടു തന്നെ അറിയാം. അത്തരം സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും വീണ്ടും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ മാർക്കറ്റിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒരു ബുൾ മാർക്കറ്റ് വരണമെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈങ് നല്ല തോതിൽ തുടരേണ്ടതുണ്ട്. അതുകൂടാതെ IT സ്റ്റോക്കുകളിൽ ശക്തമായുള്ള റീബൗണ്ട് വരേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ് സ്റ്റോക്കുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇൻഡെക്സിൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ളത് IT ടെക്നോളജി സ്റ്റോക്കുകൾക്കാണ്. ഇന്ന് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ സെക്ടോറൽ ഇൻഡെക്സിലൊക്കെ പരിശോധിച്ചാൽ ഏറ്റവും അധികം റാലി കാണുന്ന സെക്ടർ ഡിഫൻസ് സെക്ടറാണെന്ന് കാണാൻ കഴിയും. 3.16% വമ്പിച്ച ഒരു റാലിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു പ്രധാന കാരണമായിട്ട് ഇപ്പോൾ ഒരു ട്രിഗർ പോയിന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിൻ്റെ റിസൾട്ടാണ്. അതിൻ്റെ റിസൾട്ട് ഇയർ ഓൺ ഇയർ സെയിൽസിൽ 61% വർധനവും പ്രോഫിറ്റിൽ 119% വർധനവുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അമേസിങ് റിസൾട്ട് അവർ കാഴ്ചവെച്ചതുകൊണ്ട് ഇനി വരാൻ പോകുന്ന പല സ്റ്റോക്കുകളിലും അവരുടെ റിസൾട്ടുകളിൽ ഇത്തരത്തിലുള്ള നല്ലൊരു റിസൾട്ട് ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ ഒരു വശത്തുണ്ട്. അത് കൂടാതെ ഇപ്പോൾ യുദ്ധത്തിന് ശേഷം ഇന്ത്യയിലുള്ള ഈ ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള അതിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികൾ കൂടുതൽ ഇൻ്റർനാഷണൽ ലൈംലൈറ്റിൽ വരികയാണ്. കാരണം ഈ യുദ്ധത്തിൽ ഉപയോഗിച്ച പല ഡിഫൻസ് പ്രൊഡക്റ്റുകളും ഇന്ത്യയിലെ കമ്പനികൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് അവരുടെ ആ ഒരു പ്രൊഡക്റ്റുകളുടെ പ്രവർത്തനക്ഷമത പരീക്ഷിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ ഈ കമ്പനികളൊക്കെ ലൈംലൈറ്റിൽ വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അപ്സൈഡ് മൂവാണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. പക്ഷേ എങ്കിലും നമ്മൾ ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വാല്യുവേഷൻ നന്നായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ കിട്ടും ഈ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന് ഇന്ന് 15% ഒരു അപ്സൈഡ് മൂവാണ് ഉണ്ടായത്. എന്നാൽ ആ സ്റ്റോക്കിൻ്റെ PE നമ്മൾ പരിശോധിച്ചാൽ അതിപ്പോൾ 48 എന്ന PE-യിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ മീഡിയൻ PE 33 ഇൻഡസ്ട്രി PE 45. അപ്പോൾ അതിൻ്റെയൊക്കെ മുകളിലായിട്ടാണ് ഇപ്പോൾ സ്റ്റോക്കിൻ്റെ PE നിൽക്കുന്നത്. കൂടാതെ ഇതിൻ്റെ ഒരു പ്രൈസ് ടു ബുക്ക് വാല്യൂ ഇൻഡസ്ട്രി പ്രൈസ് ബുക്ക് വാല്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഇത് ഓവർ വാല്യൂഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതേപോലെ തന്നെ ഇന്ന് 15% മുന്നോട്ട് പോയ മിശ്രധാതു നിഗം ലിമിറ്റഡ് അഥവാ മിതാനി എന്ന് പറയുന്ന ആ ഒരു സ്റ്റോക്കിൻ്റെ PE-യും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 73 എന്ന PE-യിലാണ് അത് ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ മീഡിയം PE 49 മാത്രമാണ്. ഇതേപോലെ മറ്റൊരു സ്റ്റോക്കുകൾ DCX സിസ്റ്റംസ് എന്ന് പറയുന്ന ഡിഫൻസ് സ്റ്റോക്ക് ഇന്ന് 8% മുന്നോട്ട് പോയൊരു സ്റ്റോക്കാണ്. ഇതിൻ്റെ PE ഇപ്പോൾ 70 എന്നുള്ള ലെവലാണ് നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ 3 years മീഡിയം PE 38 മാത്രമാണ്. എന്നാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റ് വാല്യുവേഷൻ പാരാമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഇത് അണ്ടർ വാല്യൂഡ് ആയിട്ട് കാണും. ഇപ്പോൾ പ്രൈസ് ടു ബുക്ക് വാല്യൂ 3.24 മാത്രമാണ് ഈ DCX സിസ്റ്റത്തിലുള്ളത്. എന്നാൽ ഇൻഡസ്ട്രിയുടെ പ്രൈസ് ടു ബുക്ക് വാല്യൂ 8.7 ആണ്. അപ്പോൾ അതിൽ എത്രയോ താഴെയായിട്ടാണ് ഈ സ്റ്റോക്ക് കാണുന്നത്. അതുപോലെ തന്നെ PEG റേഷ്യോ അത് 0.98 ആണ്, 1-ൽ താഴെയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റോക്ക് കുറച്ചും കൂടി ഒരു ഫെയർലി വാല്യൂഡ് ആണ് എന്ന് പറയാൻ കഴിയും. ഇനി നമ്മൾ കൊച്ചിൻ ഷിപ്പ് യാർഡിലേക്ക് വന്നാൽ ഇന്ന് ഏകദേശം 8% ഒരു അപ്സൈഡ് മൂവ് കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ടും ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് പോലെ തന്നെ ശക്തമായ റിസൾട്ട് വരും എന്ന പ്രതീക്ഷയാണ് പൊതുവേ ഉള്ളത്. കാരണം കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് വളരെ മോശമായിരുന്നു. ഇതിൻ്റെ ഒരു PE ഇപ്പോൾ 54 ആണ്. 3 yearsൻ്റെ മീഡിയം PE 38 ഇൻഡസ്ട്രി PE ആണെങ്കിൽ 45. എന്നാൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒരു ഇൻഡസ്ട്രി PE-യോട് യോജിച്ച് നിൽക്കുന്ന പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ്. എന്നാൽ PEG റേഷ്യോ 4.83 എന്നുള്ള ഓവർ വാല്യൂഡ് പൊസിഷനിലാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും എക്സ്പെൻസീവ് വാല്യുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഒരു സ്റ്റോക്ക് നമ്മൾ കാണുന്ന യൂനിമെക് എയറോസ്പേസ് ആൻഡ് മാനുഫാക്ചറിംഗ് ലിമിറ്റഡ് ആണ്. ഇതിന്ന് 5% കൂടുതലുള്ള ഒരു റാലി നടന്നു. ഈ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 90 എന്ന ലെവലിലാണ് കാണാൻ. അപ്പോൾ ഈ സ്റ്റോക്കും തീർച്ചയായിട്ടും ഇപ്പോൾ എക്സ്പെൻസീവ് വാല്യുവേഷനിലാണ് നമുക്ക് കാണുന്നത്. പിന്നെ ഉള്ളത് സെൻ ടെക്നോളജീസ് ആണ്. ഇത് 5% ഇന്ന് അപ്സൈഡ് മൂവ് പോവുകയുണ്ടായി. ഈ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 69 എന്ന ലെവലിലാണ് കാണാൻ കഴിയുക.
3 ഇയേഴ്സിൻ്റെ മീഡിയൻ PE 83 PEG റേഷ്യോ 1 കൂടുതലാണ്. അപ്പോൾ ഇതും ഒരു എക്സ്പെൻസീവ് വാല്യുവേഷനിലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ഡിഫൻസ് സ്റ്റോക്കുകൾ കിട്ടാൻ പ്രയാസമാണ്. ഇപ്പോൾ ഒരു ഷോർട്ട് ടേം റാലിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റോക്കുകൾ എൻട്രി എടുത്താൽ തന്നെ അവിടെ തീർച്ചയായിട്ടും ഭാവിയിൽ ഒരു കറക്ഷൻ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ഒരു ലോങ് ടേം ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല വാല്യുവേഷനിൽ അവൈലബിൾ ആകുമ്പോൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നായിരിക്കും ഏറ്റവും ഒരു ലോങ് ടേം ഇൻവെസ്റ്റർക്ക് നല്ലത്. അല്ലാതെ ഒരു ഷോർട്ട് ടേം ഗെയിനാണ് ഇതിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്റ്റോപ്പ് ലോസ് അനിവാര്യമായിട്ടുള്ള സ്റ്റോക്കുകളാണ് ഡിഫൻസ് സ്റ്റോക്കുകൾ. ഇനി നമ്മൾ നിലവിൽ മാർക്കറ്റിൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അഥവാ RSI 30-ൽ താഴെ കാണിക്കുന്ന 3 സ്റ്റോക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ബ്ലൂ സ്റ്റാർ എന്ന സ്റ്റോക്ക് നമുക്ക് അതിൻ്റെ RSI 24.75 കാണാം. ഇത് എയർ കണ്ടീഷനിങ് മാനുഫാക്ചർ രംഗത്തുള്ള ഈ സ്റ്റോക്ക് നല്ല റിസൾട്ടാണ് വന്നതെങ്കിലും അതിൻ്റെ RSI ഇപ്പോൾ ഓവർ സോൾഡ് സോണിലാണ് കാണുന്നത്. ഇതുപോലെ തന്നെ രാമകൃഷ്ണ ഫോർജിങ്സ് എന്ന് പറയുന്ന ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിലുള്ള ഒരു ഫോർജിങ് കമ്പനി ആയിട്ടുള്ള ഇവരുടെ RSI ഇപ്പോൾ 31.76 ആണെന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ സീമെക് ലിമിറ്റഡ് എന്ന് പറയുന്ന ഓഫ് ഷോർ മറൈൻ സർവീസ് കമ്പനിക്ക് അതിൻ്റെ RSI നമ്മളിപ്പോൾ കാണുന്നത് 31.26 എന്ന ലെവലാണ്. അപ്പോൾ ഇതും ഓവർ സോൾഡ് ലെവൽ ജസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം ഓവർ സോൾഡ് സെഗ്മെൻറ്റിൽ ഒരു സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ബൈങ് ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചെറിയ മൂവ്മെൻറ്റ് ഈ സ്റ്റോക്കുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.